സുഹൃത്തുക്കളെ കോയമ്പത്തൂരാണുള്ളത്. കോയമ്പത്തൂരിൽ നിന്ന് നമ്മൾ നേരെ 1-2 സ്ഥലങ്ങൾ കണ്ടു, അത് നമ്മളെ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇഷ യോഗ സെൻറ്ററിലേക്കാണ് പോകുന്നത്, ആദിയോഗിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ പ്രദീപാണ് സാരഥി. പ്രദീപേ ഹായ്. ഹുയ്. ഇഷയിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഇവിടെ 2-3 പ്രാവശ്യം വന്ന കുട്ടികളും അച്ഛന്മാരൊക്കെ ഉണ്ട്, അവരൊക്കെ പുറകിലിരിക്കുന്നുണ്ട്. ഒരു അടിപൊളിയായിട്ട് തോന്നിയ ഒരുപാട് വീഡിയോയിലും റീൽസിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഇഷ ആദിയോഗിനെ കാണിച്ചു തരാം നമ്മളെ പ്രേക്ഷകർക്ക്. അപ്പം ആദിയോഗിനെ കാണാൻ വേണ്ടിയിട്ട് 10 കിലോമീറ്ററും കൂടി ഇനിയുള്ളൂ മുന്നിലേക്ക്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇവിടെ നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ വെള്ളിയാങ്കിരി മല, ഒരു അടിപൊളി മലയാണ്. നമുക്ക് ഇവിടെ തന്നെ ഇങ്ങനെ കാണാം, ചുറ്റിലും കാണാം. നിരന്ന സമതലത്തിൽ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ചോട്ടിലാണ് ഈ സംഭവം ഉള്ളത്, ഇഷ. അപ്പം മലേൻ്റെ കാഴ്ചകളൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ വൈഡായിട്ട് കാണാം. ഏത് സമയത്തും മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ട്. മഴ പെയ്താലും പെയ്തില്ലെങ്കിലും നമ്മൾ ആദിയോഗിനെ കണ്ടിട്ടേ വരൂ. നമ്മൾ ഈ ആദിയോഗിനെ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് ശരിക്ക് നിരന്നൊരു ഭൂമി കൂടെ പോയി കഴിഞ്ഞാൽ ചുറ്റും മലകൾ ഇങ്ങനെ കാണാം. അത് നമ്മൾ വയനാട്ടിൽ നിന്നൊക്കെ വരുന്ന സമയത്ത്, കേരളത്തിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ വരുമ്പോൾ നമുക്കറിയാം കൃത്യമായിട്ട് നമ്മളുടെ എല്ലാ ഭാഗങ്ങളിലും മലയാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. വെറുതെ ഇനിയിപ്പം ആദിയോഗിനെ കാണാൻ താല്പര്യമില്ലാത്തവർക്കും വെറുതെ ഒരു യാത്ര വരികയാണെങ്കിൽ പോലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മളിപ്പം കാണാൻ വേണ്ടി പോകുന്നത്. നമ്മളിപ്പോൾ ശരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാടിൻ്റെ ശരിക്ക് പറഞ്ഞ ഉൾഗ്രാമങ്ങളിലൂടെ കേട്ടോ. റോഡിനോട് ചേർന്നുള്ള വീടുകൾ, ആളുകൾ, കൃഷിക്കാർ, പാല് കൊണ്ടുവരുന്നവർ, അങ്ങനെയൊക്കെയുള്ള കുട്ടികൾ, സ്കൂളിൽ പോകുന്ന കുട്ടികൾ. പക്ഷേ ഈ സമയത്ത് സ്കൂളില്ലെങ്കിൽ തന്നെ അതിനുള്ള തയ്യാറെടുപ്പോട് കൂടി പോകുന്ന ആളുകളൊക്കെ ശരിക്കും ഒരു ഗ്രാമത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അടിപൊളി കാഴ്ച കേട്ടോ, കാണിച്ചു തരാം.
സുഹൃത്തുക്കളെ, നമ്മൾ ഇഷ ഫൗണ്ടേഷന്റെ മുന്നിലെത്തിയിട്ടുണ്ട്. ഇപ്പൊ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഇഷ ഫൗണ്ടേഷൻ. ഏകദേശം 1 കിലോമീറ്റർ മുന്നേ തന്നെ നമുക്ക് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് റോഡ് സൈഡിൽ. അപ്പൊ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലായി സംഭവം എത്താനായിട്ടുള്ളത്. അപ്പൊ നമ്മൾ എത്തിയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലാണ് ശരിക്ക് ആദിയോഗിന്റെ പ്രതിമ ഉള്ളത്. അപ്പൊ നമ്മൾ ആദിയോഗിന്റെ പ്രതിമ കാണാൻ വേണ്ടിയിട്ടാണ് ആദ്യം പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ പോകാൻ വേണ്ടി തീരുമാനിച്ചു. കാരണം ലെഫ്റ്റിലേക്ക് റോഡൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നടന്ന് ആളുകൾ പോവുകയും വരികയും ചെയ്തിട്ടുണ്ട്. വണ്ടി അങ്ങോട്ട് കടത്തി വിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ നേരെ പോവാണ്. ഇതുണ്ടോ, റോഡൊക്കെ ഇങ്ങനെ ക്ലോസ് ആക്കി വെച്ചിട്ടുണ്ട് അവര്, അങ്ങോട്ടേക്കുള്ള, അതായത് പ്രതിമയിലേക്കുള്ള വഴി. അപ്പൊ നമ്മളോട് പറഞ്ഞ അവര് നേരെ പോകാനാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരക്കില്ലാത്ത സമയത്ത് ഈ, അതായത് ലെഫ്റ്റ് സൈഡിലെ വഴി കൂടെ നമുക്ക് വേണമെങ്കിൽ ഉള്ളിലേക്ക് പോകാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ നേരെ പോവാണ്. നേരെ പോകുന്ന സമയത്ത് കുറേ ദൂരം ചുറ്റി വളയാനുണ്ട് എന്ന് നമുക്ക് പിന്നീടാണ് മനസ്സിലായത്. കാരണം ഇപ്പുറത്തെ റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയിട്ടാണ് പോകുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. ഞങ്ങളോട് വഴിയിൽ ഒരാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു പ്രതിമ കുറച്ചും കൂടി ഇപ്പുറത്താണെന്ന് പറഞ്ഞു, അതായത് പുറകിലേക്കാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ വീണ്ടും വിശദമായിട്ട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി നമ്മൾ തിരിച്ചു വരേണ്ട ഒരു ആവശ്യമില്ല, വന്ന വഴി കൂടി തന്നെ നേരെ പോകണം. അപ്പം നമ്മൾ തിരിച്ചിട്ട് വീണ്ടും നമ്മൾ നേരെ തന്നെ പോവാണ്. ഒരു കാരണവശാലും നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഒരു 2-3 കിലോമീറ്റർ നമ്മൾ മുന്നിലേക്ക് പോയി കഴിഞ്ഞാലാണ് പ്രതിമേന്റെ മെയിൻ ഗേറ്റിലേക്ക് എത്തുക. പ്രതിമയുള്ള മെയിൻ ഗേറ്റിലേക്ക് ഈ പോകുന്ന വഴികളൊക്കെ ഭയങ്കര രസമാട്ടോ. കുറേ നല്ല റോഡുകളാണ്, നേർരേഖയിൽ പോകുന്ന റോഡുകളൊക്കെ കാണാം. കുറേയും കൂടി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പുളിമരത്തിന്റെ ഒരു തോട്ടമുണ്ട്. അപ്പൊ നമ്മൾ അതൊക്കെ കണ്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് പോവാണ്. റോഡ് സൈഡിലൊക്കെ വണ്ടികൾ ഇങ്ങനെ നിരനിരയായി പാർക്ക് ചെയ്തിട്ടുണ്ട്. ശരിക്ക് ഈ ആദിയോഗിന്റെ പ്രതിമേന്റെ ഫ്രണ്ടിൽ ഇഷ്ടം പോലെ പാർക്കിംഗ് ഉണ്ട് എന്ന് അറിഞ്ഞിരുന്നു. പാർക്കിംഗ് ധാരാളം ഉണ്ട്, നിങ്ങൾക്ക് അവിടെ കൊണ്ടുപോയി വണ്ടി ഇടാമെന്ന് പറഞ്ഞു. ഇഷ ഫൗണ്ടേഷന്റെ ഉള്ളിലേക്ക് നമ്മൾ തൽക്കാലം ഇന്ന് പോകുന്നില്ല എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം നമുക്ക് സമയമില്ല. അപ്പൊ നമ്മൾ ഇതാ പുളീന്റെ തോട്ടം എത്തി. ലോകത്തിലെ ഏറ്റവും വലിയ വാളംപുളീന്റെ തോട്ടം ഇവിടെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനു മാത്രം ഏക്കർ കണക്കിന് പുളിത്തോട്ടാണ്. പുളി കായ ഇപ്പൊ നിലവിലില്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് വാളംപുളി എന്നുള്ളത്. അപ്പൊ ആ വാളംപുളിന്റെ തോട്ടം കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ അടിപൊളിയായിട്ട് മുന്നിലേക്ക് യാത്ര ചെയ്യാണ്. കുറച്ച് ദൂരം പോകാനുണ്ട് കേട്ടോ. ഇതാണ് വാളംപുളി തോട്ടം. വാളംപുളി കണ്ടില്ലേ, എന്താ സൂപ്പർ ആയിട്ടുള്ളൊരു തോട്ടമാണ്, അടിപൊളി തോട്ടം. ഇവിടുന്ന് വാളംപുളിന്റെ മരം കട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ലോറികളും ധാരാളം കാണുന്നുണ്ട്. അപ്പൊ റീപ്ലാന്റ് ചെയ്യാനാണോ ഇനി ഈ വാളംപുളിന്റെ കൃഷി ലാഭകരമല്ലാത്തതുകൊണ്ട് ഒഴിവാക്കാനാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും നമ്മൾ നേരെ ആദിയോഗിന്റെ പ്രതിമ ഉള്ള പാർക്കിങ്ങിലേക്ക് വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ഇഷ യോഗ സെന്ററിലേക്ക് കയറുന്നില്ല. അതിനൊരു കാരണമുണ്ട്. പ്രധാനമായിട്ടും നമുക്ക് സമയമില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. നമ്മൾ കുറച്ച് വൈകിയാണ് ഇവിടെ എത്തിയത്. അപ്പൊ ഈ ഇഷ സെന്ററിന്റെ ഉള്ളിലേക്ക് ഈ ആദിയോഗിന്റെ പ്രതിമ കാണാൻ വരുമ്പം നമുക്ക് ആദിയോഗിന്റെ പ്രതിമ അല്ലാണ്ട് തന്നെ ഇഷ സെന്ററിലൊക്കെ ഒരുപാട് വേറെയും സംഭവങ്ങൾ കാണാനൊക്കെ ഉണ്ട്. അതില് പ്രധാനപ്പെട്ട കുറച്ചെണ്ണം പറയാം. നാഗ ആരാധനാലയമുണ്ട്, വിശുദ്ധ ജലാശയങ്ങളുണ്ട്. വിശുദ്ധ ജലാശയങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കുളമായിരിക്കാം. ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടു. അതിൽ കുളിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു വിശുദ്ധ ജലാശയം. പിന്നെ നന്ദീന്റെ മറ്റൊരു പ്രതിമ ഉണ്ട്. ലിംഗഭൈരവി ക്ഷേത്രമുണ്ട്. പിന്നെ ധ്യാനലിംഗ ക്ഷേത്രമുണ്ട്. പിന്നെ നമ്മളുടെ ആദിയോഗീന്റെ പ്രതിമ കൂടാണ്ട് തന്നെ നമ്മൾ വരുന്ന വഴി ഒരു ശിവന്റെ പ്രതിമയും കൂടി ഉണ്ട്. പിന്നെ യോഗേശ്വരി ലിംഗമുണ്ട്. പിന്നെ നമ്മളെ ഈ ആദിയോഗീന്റെ ദിവ്യദർശനം ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ഈ യാത്രയിൽ നമുക്ക് ഇഷ സെന്ററിലും ആദിയോഗീന്റെ പ്രതിമ കാണാൻ വരുമ്പോഴൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പക്ഷെ നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്ന ആദിയോഗീന്റെ പ്രതിമ മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സമയമില്ലാത്തതിന്റെ പ്രശ്നം കൊണ്ടാണ് നമ്മൾ പോവാത്തത്. അപ്പൊ നമ്മൾ ശരിക്ക് പ്രോപ്പറായിട്ടുള്ള കൃഷിഭൂമിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളെ തൊട്ട് മുന്നിൽ ഇതാ ആദിയോഗിന്റെ പ്രതിമ ഇരിക്കുന്ന പ്രധാന ഗേറ്റിലേക്ക് എത്തി. ഇവിടെ മുതൽ നമുക്ക് കാഴ്ചകൾ കാണാം. മനോഹരമായിട്ട് കല്ല് പാകിയ മുറ്റും അതേപോലെ ഗേറ്റിൽ വലിയൊരു കല്ല് എടുത്തു വെച്ചിരിക്കുകയാണ്. ഇവരുടെ പ്രധാനപ്പെട്ട ഒരു തീം തന്നെ നമ്മൾ ഈ ഇഷ സെന്ററിന്റെ പ്രവേശനം മുതൽ മതിലുകളൊക്കെ വമ്പൻ കല്ലുകൾ വെട്ടി മനോഹരമായിട്ട് പടുത്തിട്ടുള്ളതാണ് കാണാൻ വേണ്ടി പറ്റുക. ഇവിടെ നമ്മൾ പോണ സമയത്ത് ടിക്കറ്റ് ഒന്നുമില്ല. പക്ഷെ വണ്ടി അവർ കൗണ്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. വണ്ടിയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. CCTV ക്യാമറകളുണ്ട്. മനോഹരമായി ഇവര് വഴികളൊക്കെ നല്ല ശുദ്ധമായിട്ട് ക്ലീനായിട്ട് അടിപൊളിയായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു പ്രത്യേക വൈബ് ഇവിടേക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇത് നിർമ്മിച്ച ആളുകളുടെ ബുദ്ധി അപാരം തന്നെ കേട്ടോ. ഇതിന് തെരഞ്ഞെടുത്ത സ്ഥലവും അടിപൊളിയാണ്.
ഞാൻ ഈ ആദിയോഗിന്റെ പ്രതിമയൊക്കെ കണ്ട സമയത്ത് ഇത് ഏതോ ഒരു കടൽ തീരത്താണെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ കടൽ തീരത്തൊന്നല്ല, ഒരു തളിക പോലത്തെ മനോഹരമായ ഒരു വലിയ ഭൂപ്രദേശം മുഴുവൻ അവര് എടുത്ത് കാക്കയ്ക്ക് തൂറാനല്ല, മനുഷ്യന്മാർക്ക് വന്ന് അടിപൊളിയായിട്ട് ആനന്ദിച്ച് സന്തോഷിച്ച് ആദിയോഗിനെയൊക്കെ ഒന്ന് കണ്ട് ആദിയോഗി ആരാന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി പോകാൻ വേണ്ടിയിട്ടുള്ള മനോഹരമായൊരു നിർമ്മിതിയാണ് ഇവിടെ ഉള്ളത്. അതിവിശാലമായ കാർ പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ അതിവിശാലമാണ്. എത്ര വണ്ടികൾ വന്നു കഴിഞ്ഞാലും ധൈര്യമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അപ്പൊ നമ്മളൊരു ഭാഗത്ത് നമ്മളെ വണ്ടി പാർക്ക് ചെയ്തു, നമ്മൾ ഇനി ആദിയോഗിനെ കാണാൻ വേണ്ടി പോവാണ്. ഒരു പ്രത്യേക തരം വൈബാണ് കേട്ടോ ഇവിടെ. നമ്മൾ അറിയാണ്ട് ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് ശ്രദ്ധിച്ചു പോകുന്ന, നമ്മൾ ആ മലനിരകളുടെ ഭംഗിയും അതില് ആ ആദിയോഗിന്റെ പ്രതിമ അവർ സ്ഥാപിച്ചിട്ടുള്ള ആ സ്ഥലത്തിന്റെ ഭംഗിയും, ആദിയോഗിനെ നമുക്ക് കുറെ ദൂരം തന്നെ വളരെ ചെറുതായിട്ട് കാണാം. ഇപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നു 1 കിലോമീറ്ററിന്റെ വിട്ടിട്ടാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി അത്രയും ദൂരം നടന്നു പോയി കഴിഞ്ഞാൽ മാത്രമേ ആദിയോഗിനെ ശരിക്കും നമുക്ക് അടുത്തുനിന്ന് കാണാൻ വേണ്ടി പറ്റുള്ളൂ. എന്തായാലും മനോഹരമായൊരു സ്ഥലത്ത് അതിമനോഹരമായിട്ട് ഏറ്റവും നല്ല മുഖഭാവത്തോടു കൂടി നമുക്ക് ആദിയോഗിനെ കാണണമെങ്കിൽ ശരിക്ക് കോയമ്പത്തൂര് ഇവിടെ തന്നെ വരണം കേട്ടോ. അപ്പൊ നമ്മൾ ആദിയോഗിനെ അടുത്ത് കാണാൻ വേണ്ടി പോകുമ്പോൾ ഏറ്റവും ആദ്യമായിട്ട് കാണുന്നത് കുറച്ച് കാളക്കുട്ടന്മാരെ നിർത്തി വെച്ചിട്ടുണ്ട്. ഈ കാളക്കുട്ടന്മാർ ഇവിടെ മറ്റൊരു പരിപാടിയും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ, അത് നമ്മൾ പിന്നെ പറയാം. എന്തായാലും ഈ കാളക്കുട്ടന്മാരെ കണ്ടിട്ട് നമ്മൾ ആദിയോഗിനെ കാണാൻ വേണ്ടി മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടുത്തെ മാനേജ്മെന്റിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വീഡിയോസ് എടുക്കാം, ഫോട്ടോസ് എടുക്കാം, ഏത് ക്യാമറ വേണമെങ്കിലും ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല, പക്ഷേ ഡ്രോൺ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. നമ്മൾ ഒഫീഷ്യലായിട്ട് അവിടെ അന്വേഷിച്ചപ്പോഴാണ് അവർ ഈ വിവരങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഡ്രോൺ ഷോട്ട് ഒന്നും എടുത്തിട്ടില്ല. നമ്മളെ കയ്യിൽ ഡ്രോൺ ഉണ്ടായിരുന്നു, അത് നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ഡ്രോൺ ഷൂട്ട് മാത്രം നിങ്ങൾ ചെയ്യരുത്, ബാക്കി നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും വീഡിയോസ് എടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദിയോഗിനെ കാണാൻ വേണ്ടി പോകാട്ടോ. അതിമനോഹരമായിട്ട് തന്നെ പ്രത്യേക തീമിൽ കല്ല് പാവിരിക്കുകയാണ് മുറ്റം. നമുക്ക് ചെരുപ്പിടാണ്ട പോലും നടന്നു പോയിട്ട് ആദിയോഗിനെ ദർശിച്ച് വരാൻ പറ്റുന്ന രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. വേസ്റ്റ് മാനേജ്മെന്റ് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഏരിയയിൽ ഇനി അവരുടെ എന്തൊക്കെയോ പരിപാടികളൊക്കെ വരുന്നുള്ളത് പോലെ തോന്നുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ആളുകളുണ്ടോ.
അങ്ങനെ നമ്മൾ ആദിയോഗിന്റെ ഏറെക്കുറെ അടുത്തെത്തി കഴിഞ്ഞു. ഇപ്പൊ കാണുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ്. ആദിയോഗിന്റെ മുഖത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കണ്ണ് പറിച്ചെടുക്കാൻ തോന്നാത്ത രൂപത്തിലുള്ള അത്രയും മനോഹരമായിട്ടുള്ള ഒരു ഭാവം ഈ ഒരു പ്രതിമയിൽ അവർക്ക് നിർമ്മിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയൊരു ഒരു മഹനീയമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യമുണ്ട്. രണ്ട് സൈഡിൽ നിന്ന് ലെഫ്റ്റിലും റൈറ്റിലും പോയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിലും ആദിയോഗിനെ മനോഹരമായിട്ട് നമുക്ക് കാണാം. പക്ഷെ ആദിയോഗിന്റെ നേരെ പുറകു പോയി കഴിഞ്ഞാൽ കഥയാകെ മാറി ഈ ഒരു ഭംഗിയില്ലാത്ത രൂപത്തിലാണ് ആദിയോഗിനെ നമുക്ക് ഏറ്റവും പുറകുന്ന് കാണാം. നേരെയുള്ള വ്യൂ ലെഫ്റ്റ് റൈറ്റ് അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഞാൻ കുറേ ദൂരം കയറി വന്ന് പുറകിലേക്ക് നോക്കുമ്പം ആയിരക്കണക്കിന് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഒരു 10 ലക്ഷം ആളുകൾ വന്നു കഴിഞ്ഞാലും സുഖമായിട്ട് അവിടെ കൊള്ളും തോന്നുന്നുണ്ട്. അതിശയോക്തി ആണെന്ന് അറിയില്ല. എന്തായാലും അതിന് മാത്രമുള്ള വിശാലമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ആദിയോഗി ഉള്ളത്. അപ്പോൾ ഇനി നമ്മൾ ആദിയോഗിനെ വീണ്ടും അടുത്ത് കാണാൻ വേണ്ടി പോവുകയാണ്. പക്ഷെ എനിക്ക് ഇവിടെ വന്നിട്ട് ആദിയോഗിനെ കണ്ടപ്പം അതിശയകരമായ ഒരു സംഭവം എനിക്ക് അവിടെ ഫീൽ ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെ അവർ അത് ചെയ്തു എന്നുള്ളതൊക്കെ ഞാൻ പിന്നീട് വീഡിയോസൊക്കെ കണ്ട് മനസ്സിലാക്കി. അതെന്നെ വല്ലാണ്ട് ആകർഷിച്ചു. പക്ഷെ അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് അവർ വരുത്തിയിട്ടുണ്ട്. അത് എനിക്ക് മാത്രം തോന്നിയതാണോ എന്നറിയില്ല. എന്തായാലും നമ്മൾ ഈ പടവുകൾ കയറിയിട്ട് മുകളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദിയോഗിനെ നമുക്ക് ഏറ്റവും അടുത്ത് കാണാം. എന്തായാലും മനോഹരമായിട്ട് ചെയ്തു വെച്ചൊരു നിർമ്മിതി സൂപ്പറാണ്. ഇത് എപ്പോഴെങ്കിലും നമ്മൾ ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട ഒരു സംഭവമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മനോഹരമായൊരു നിർമ്മിതി എന്നതിലപ്പുറം ആളുകൾക്ക് വിശാലമായിട്ട് വന്നിരിക്കാനും കാണാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. അടിപൊളിയായിട്ടുള്ള ലൈറ്റ് ഷോ ഒക്കെ രാത്രി ഉണ്ട്. അതൊന്നും നമ്മൾ കാണാൻ വേണ്ടി നിൽക്കുന്നില്ല. അതൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം. എന്തായാലും എനിക്ക് ഇവിടെ വന്നപ്പം അതിശയകരമായിട്ട് തോന്നിയ ആ സംഭവത്തിലേക്ക് നമുക്കിനി പോവാം. ആദിയോഗി പ്രതിമ എൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം കാണുന്നത്. ഇതിനു മുന്നേ ഞാൻ ഇവിടെ വന്നിട്ടില്ല, അത് കണ്ടിട്ടില്ല. ഇതിനെ കുറിച്ച് പഠിക്കാണ്ടൊക്കെയാണ് ഞാൻ വന്നത്. പക്ഷെ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു മാല എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് അടുത്ത് വന്ന് നോക്കുന്നത്. അപ്പോഴാണ് അതിശയിച്ചു പോയത്. ലക്ഷക്കണക്കിന് രുദ്രാക്ഷത്തിന്റെ മുത്തുകൾ ഉപയോഗിച്ചിട്ടാണ് ഇവര് ഈ ഒരു മാല ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ അതൊന്ന് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ക്ലോസപ്പ് ചെയ്തിട്ട് ഷോട്ട് എടുത്ത് നോക്കി. അതിൽ എനിക്ക് ഇഷ്ടപ്പെടാണ്ട് പോയൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന സാധനമാണ്. ഇതൊരു പ്ലാസ്റ്റിക് ഇവിടെ അനിവാര്യമാണോ? എന്തായാലും ഇവർ ചെയ്തൊരു സംഭവം അടിപൊളിയാണ്. അതിന്റെ കുറെ വീഡിയോസ് ഞാനൊന്ന് സെർച്ച് ചെയ്ത് കണ്ടു നോക്കി. അത് നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഇത്രയും വലിയൊരു മാല, രുദ്രാക്ഷമാല അവര് ഈ ആദിയോഗിക്ക് വേണ്ടി നിർമ്മിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത്. എന്തായാലും അതൊരു സൂപ്പർ ഒരു അനുഭവമായി മാറിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ആദിയോഗി പ്രതിമയുടെ പുറകുഭാഗത്താണ്.
മേളിൽ തന്നെയാണ്. മേളിൽ നിന്ന് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ ബാക്ക് സൈഡിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണിത്. വിശാലമായ നെൽപ്പാടുണ്ട്, കൃഷിയിടങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോന്റെ തുടക്കത്തിൽ പറഞ്ഞല്ലേ കുറെ കാളക്കുട്ടന്മാരെ കാണിച്ചിട്ട്, ആ കാളക്കുട്ടന്മാർക്ക് ഇവിടെ ജോലി ഉണ്ട് കേട്ടോ. അവരുടെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് ഇത്. ഒരു പ്രത്യേകതരം വണ്ടി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വണ്ടി കാണുന്നത്. ഒരു സൈഡിൽ 4-5 പേർക്ക് ഇരിക്കാം, മറ്റേ സൈഡിലും അതേപോലെ 4 ചക്രം ഘടിപ്പിച്ചിട്ടുള്ള ടിക്കറ്റിലാണ് ഈ സംഭവം ഓടുന്നത്. ഒരു ഓപ്പറേറ്റർ ആണുള്ളത്. ആ ഡ്രൈവർ ഒരു നിഷ്കളങ്കനായിട്ടുള്ള ഒരു ഗ്രാമീണനൊക്കെ ആയിരിക്കാം. എന്തായാലും കാളക്കുട്ടന്മാർ സൂപ്പറാട്ടോ. ആര് കണ്ടു കഴിഞ്ഞാലും ഒന്ന് നോക്കി നിന്ന് പോകും. അപ്പൊ നമ്മൾ കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റ് എടുക്കുക, നേരെ വരിക, ഇതിനകത്ത് കയറിയിരിക്കുക. ഇത് നേരെ ചെല്ലുന്നത് നമ്മളെ വീഡിയോയിൽ ഫസ്റ്റ് കാണിച്ച ഇഷ സെന്ററിന്റെ ആ ഭാഗത്താണ് വരിക. നമ്മൾ ട്രാഫിക് ബ്ലോക്ക് ചെയ്ത് കാരണം കൊണ്ട് നമ്മൾ നേരെ പോയില്ലേ, ആ ഭാഗത്തേക്കാണ് ഈ കാളക്കുട്ടന്മാരുടെ വണ്ടി വരിക. അപ്പൊ നമ്മൾ അവിടെ നിന്നുകൊണ്ട് ഈ ആദിയോഗിനെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും നോക്കുന്ന സമയത്ത് അതിമനോഹരമാണ് ആദിയോഗിന്റെ പ്രതിമ. അതോടൊപ്പം തന്നെ വീണ്ടും ആയിരക്കണക്കിന് ആളുകൾ വൈകുന്നേരത്തെ ലൈറ്റ് ഷോ ഒക്കെ കാണാൻ വേണ്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞാൻ സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ട് ഈ കാളക്കുട്ടന്മാരുടെ വണ്ടിയിൽ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കാരണം എൻ്റെ കൂടെ വന്നവരൊക്കെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഒന്ന് പോയി നോക്കാം. എന്തായാലും നമ്മൾ ഈ കാളക്കുട്ടന്മാരുടെ വണ്ടിയിൽ ഒന്ന് കയറി ഇഷ സെന്ററിന്റെ ഫ്രണ്ടിൽ ഇറങ്ങും. അപ്പോൾ നമ്മളുടെ വണ്ടി ആ ഭാഗത്തേക്ക് വരും. നമ്മൾ അവിടുന്ന് വണ്ടിയിൽ കയറി നേരെ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു പോരും. അതാണ് നമ്മളുടെ പ്ലാൻ. അപ്പൊ എന്തായാലും ഞാൻ ഇങ്ങനെ നടന്ന് ആ കാളക്കുട്ടന്മാരെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് വീണ്ടും ഒന്ന് തിരിഞ്ഞ് ആദിയോഗിനെ നമ്മളൊന്നും കൂടി കണ്ടു. അങ്ങനെ നമ്മൾ ആ കാളക്കുട്ടന്മാരുടെ വണ്ടിയിൽ കയറാൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടെ മറ്റൊരു തരം വണ്ടിയും കൂടി ഉണ്ട്. ബാറ്ററിയിൽ ഓടിക്കുന്ന ചെറിയ കുറച്ച് പേർക്ക് സഞ്ചരിക്കാവുന്ന വണ്ടിയുണ്ട്. അതിലെന്തായാലും നമ്മൾ കയറുന്നില്ല. നമ്മളൊരു വെറൈറ്റി ആയിട്ട് കാളവണ്ടി യാത്ര ചെയ്യാണ്. അപ്പം നമ്മൾ ആദിയോഗിനെ വീണ്ടും 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 നോക്കിയിട്ട് ആ മനോഹരമായ സൈഡ് വഴി ചേർന്ന് നമ്മൾ ഈ കാളക്കുട്ടന്മാർ കിടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. നമ്മൾ എന്തായാലും ആ വാഹനത്തിൽ ഒന്ന് കയറും. എത്രയോ വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ കാളവണ്ടി കണ്ടതാണ്. അന്നത്തെ കാളവണ്ടിന്റെ രൂപം അല്ലെങ്കിൽ പോലും ഇത് മനോഹരമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും. എന്തായാലും നമ്മൾ അങ്ങോട്ട് പോവാണ്. ആൾക്കാരിങ്ങനെ ക്യൂ നിൽക്കുകയാണ്. ഇഷ്ടം പോലെ ആൾക്കാർ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. എന്തായാലും ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ കാളവണ്ടിയിൽ യാത്ര ചെയ്യും. കാളവണ്ടിക്ക് ടിക്കറ്റ് എടുക്കുക. ഇവിടെ എന്താ നമ്മൾ കാളവണ്ടിക്ക് ടിക്കറ്റ് എടുക്കുക? എടാ വല്ല കുതിരവണ്ടിക്കും ടിക്കറ്റ് എടുത്തു. കാളവണ്ടിക്ക് ടിക്കറ്റ് എടുക്കുന്നതിന് പകരം എല്ലാം എടുക്കുമ്പോ ഇതേപോലത്തെ പിന്നെ മുന്നേ പോയിരുന്നു. അതൊരു അത്താണ്ട് കിട്ടി. ഇവിടെയൊക്കെ വലിയ പോയില്ല. എല്ലാരോടും നന്ദി പറഞ്ഞു പോയി. എല്ലാവരും சொல்ல வேண்டியதானே. சரி வாங்க.
കഴിഞ്ഞുപോയ നൂറ്റാണ്ടുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഇതേപോലെ ആളുകൾ പണ്ട് വളരെ വിഷമിച്ച് യാത്ര ചെയ്തിരുന്നു എന്നൊരു ഓർമ്മപ്പെടുത്തലും കൂടി പെടുത്തിക്കൊണ്ട്, പക്ഷെ ഈ നൂറ്റാണ്ടിലെ എല്ലാ ആധുനിക സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇവിടെ ഇങ്ങനെ ഒരു യാത്ര ഈ ഒരു ടീം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഞങ്ങൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മളും ആ ഒരു യാത്ര അനുഭവിക്കും. അടിപൊളി ആണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും. വൃത്തിയുണ്ട്, നല്ല ഒരു അന്തരീക്ഷം. പക്ഷെ ഇന്നത്തെ കാലാവസ്ഥ വളരെ മോശമാണ്, ഏത് സമയത്തും മഴ പെയ്യാം എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. ഇതാണ് ശരിക്ക് നമ്മളുടെ ആദിയോഗി പ്രതിമേന്റെ ബാക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ. ഒട്ടും നമുക്ക് ഇഷ്ടപ്പെടാത്ത രൂപത്തിലാണ് ബാക്ക്. മുൻഭാഗം എത്ര ഭംഗിയായിട്ട് അവർ ചെയ്തിരിക്കുന്നോ അതിന്റെ ഏറ്റവും മോശമായിട്ടുള്ളൊരു വേർഷനാണ് ബാക്ക് സൈഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവരത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് മനസ്സിലായിട്ടില്ല. എന്നാലും നമ്മൾ ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഏറ്റവും പുറകു ഭാഗത്താണ് ഇങ്ങനത്തെ ഒരു ആക്ടിവിറ്റീസ് ഒക്കെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഭാഗവും ഇപ്പൊ നമുക്ക് വളരെ ഒരു ഇഷ്ടം തോന്നുന്നൊരു ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. എന്തായാലും ചുറ്റും പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ച് തന്നിട്ടുള്ള ഒരു മലയുടെ തളികയിൽ നിന്നുകൊണ്ട് നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ ആസ്വദിക്കുമ്പോൾ എന്തോ അറിയാതെ നമുക്കൊരു ഇഷ്ടം തോന്നുകയാണ്. അങ്ങനെ നമ്മളുടെ ടിക്കറ്റ് കിട്ടി, ഞാനും വണ്ടിയിൽ കയറി നമ്മളിതാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാള വണ്ടിയിൽ മുൻ സീറ്റ് തന്നെ ഞാൻ പിടിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് വ്യത്യസ്തമായിട്ടൊരു അനുഭവമാണ്. ആ അനുഭവത്തിലേക്ക് നിങ്ങളെല്ലാവരെയും വിളിക്കുകയാണ്. എപ്പോഴെങ്കിലും ഒഴിവ് കിട്ടുന്ന സമയത്തൊന്ന് വരണം, ഇവിടെ ഒന്ന് വന്ന് കാണണം. കുട്ടികളൊക്കെ ആയിട്ട് വരാൻ പറ്റിയൊരു സ്ഥലമാണ്. വരുന്നെങ്കിൽ നിങ്ങൾ ഇഷാ സെന്ററിൽ കയറാൻ കണക്കാക്കിയിട്ട് വരിക. അപ്പോൾ രാത്രിയും കൂടി നിന്ന് ലൈറ്റ് ഷോയും കൂടി കണ്ടു പോവുകയാണെങ്കിൽ അത് വളരെ ഉപകാരപ്രദമായിരിക്കും. നമ്മൾ പെട്ടെന്ന് അറേഞ്ച് ചെയ്ത് വന്ന ഒരു ടൂർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സമയം ചെലവഴിക്കാൻ ഇവിടെ ഇല്ല. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കുന്നു, ഞാൻ കണ്ട കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് കാണിക്കുന്നു, ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്ന് ബോധ്യപ്പെടുത്തി തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളിങ്ങനെ പോണ സമയത്ത് ഇഷാ സെന്ററിന്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഒരു ശിവന്റെ പ്രതിമ നമുക്ക് കാണാം. മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെയ്തിട്ടുള്ള പ്രതിമകളും ഇവിടെ ചെയ്തിട്ടുള്ള സ്റ്റോൺ വർക്കുകളും ഒക്കെ സൂപ്പറാണ്. ആ പ്രതിമയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഈ വീഡിയോ തൽക്കാലം എൻ്റെ വോയിസ് അവരോട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.